നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിദ്ദിഖും ലാലും സംവിധായകൻ ഫാസിലിന്റെ സഹായികളായി മാറിയത്. മമ്മൂട്ടി നായകനായ പൂവിന് പുതിയ പൂന്തനൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോഴാണ് ഫാസിലിന്റെ ഫാദർ മരണപ്പെടുന്നത്. ഫാസിൽ വീട്ടിലേക്ക് പോയ കാരണം 3 ദിവസം ഷൂട്ടിംഗ് നടന്നില്ല. ഓണം റിലീസായി ഫിക്സ് ചെയ്ത ചിത്രമായതുകൊണ്ട് അസോസിയേറ്റ് സംവിധായകരായ പോൾസണോടും ബാബുവിനോടും സീൻ ഷൂട്ട് ചെയ്യാൻ ഫാസിൽ വീട്ടിലിരുന്ന് നിർദ്ദേശങ്ങൾ നൽകി. പക്ഷെ അവർക്ക് ടെൻഷൻ ആണെന്ന് പറഞ്ഞ് അവർ പിന്മാറി. ഒടുവിൽ ആ ചുമതല സിദ്ദിഖ് ലാലിൽ വന്നു ചേർന്നു. ഫാസിൽ ഫോണിലൂടെ സീനിനെ കുറിച്ചും ഷോട്ടിനെ കുറിച്ചുമൊക്കെ വിശദമായി വിവരിച്ചു കൊടുത്തു. അങ്ങനെ സിദ്ദിഖും ലാലും മമ്മൂട്ടിയെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി ജീവിതത്തിൽ ആദ്യമായി സ്റ്റാർട്ടും കട്ടും പറഞ്ഞു. മമ്മൂട്ടിയുടെ 5ഓളം ചിത്രങ്ങൾ ഓണത്തിന് റിലീസ് ചെയ്യുന്ന കാരണത്താൽ മമ്മൂട്ടി ഭയങ്കര തിരക്കിലായിരുന്നു. ഈ കാരണത്താൽ വാരിക്കോരി മമ്മൂട്ടിയുടെ ഷോട്ടുകൾ എടുത്ത് മമ്മൂട്ടിയെ പറഞ്ഞയച്ചു. എന്നാൽ മമ്മൂട്ടിയുടെ 3-4 ഷോട്ടുകൾ അവർ വിട്ടുപോയിരുന്നു. ഒടുവിൽ ചിത്രത്തിന്റെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ വെച്ച് മമ്മൂട്ടിയുടെ ഡ്യൂപ്പാക്കി മാറ്റി ഫേസ് കാണാത്ത രീതിയിൽ വിട്ടുപോയ ഷോട്ടുകൾ കൂടി അവർ ഒപ്പിച്ചു. എന്നാൽ ഡബ്ബിങ്ങിന് വന്നപ്പോൾ മമ്മൂട്ടി അത് കണ്ടുപിടിച്ചു. വലിയ ഒച്ചപ്പാടും ബഹളവും പ്രതീക്ഷിച്ച സിദ്ദിഖിനോടും ലാലിനോടും മമ്മൂട്ടി പറഞ്ഞു, നിങ്ങൾ സംവിധാനം പഠിക്കുന്നത് ആദ്യം എന്റെ നെഞ്ചത്ത് വെച്ചാണല്ലേ, എന്തായാലും നിങ്ങൾ എടുത്ത ഷോട്ടുകളെല്ലാം നന്നായിരിക്കുന്നു എന്നും പറഞ്ഞായിരുന്നു മമ്മൂട്ടി ഡബ്ബിംഗ് പൂർത്തിയാക്കി സ്റ്റുഡിയോ വിട്ടത്.